വചനജായ 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 വചനജായ. ഒരു ഗോപുരം, ഒരു യുദ്ധക്കളം, ഒരു കുരിശുമരം. ഈ 3 രൂപകങ്ങൾ ഒരു ശിഷ്യൻ്റെ മുമ്പിൽ എപ്പോഴുമുണ്ട്. ഫാദർ ഡാമിയനെക്കുറിച്ചുള്ള അമർ ചിത്രകഥ വായിച്ചത് ഓർക്കുന്നു. വളരെ മനോഹരമായ ചിത്രങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ വരച്ചിടുമ്പോൾ ആദ്യം അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. മൊളോക്കോ ദ്വീപിലെ കുഷ്ഠരോഗികളായ മനുഷ്യരോടൊപ്പം തൻ്റെ ജീവിതം ചെലവഴിക്കാൻ പോകുന്നു. ഇരുന്നെടുത്ത ആ തീരുമാനം പക്ഷേ എതിർപ്പുകൾക്ക് വിധേയമാവുന്നുണ്ട്. ഒരു സമരം പോലെ ഉള്ളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. ചുറ്റുപാട് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നുണ്ട്. ഇത് മണ്ടത്തരമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞവരുണ്ട്. പക്ഷേ അദ്ദേഹം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആ തീരുമാനവുമായി മൊളോക്കോ ദ്വീപിലെത്തുന്നു. കാണുന്ന കാഴ്ചകൾ അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. വേദന അറിയാത്ത മനുഷ്യർ, കൈമുറിഞ്ഞു പോയാലും കാലുമുറിഞ്ഞു പോയാലും തൊലിപ്പുറത്ത് വേദന അനുഭവിക്കാൻ കഴിയാതെ കുറേ മനുഷ്യർ ചുറ്റുപാടുമുള്ള സമൂഹത്താൽ വെറുക്കപ്പെട്ട് ഒരു ദ്വീപിൽ അവരുടെ മാത്രം സങ്കടങ്ങളുടെ കൂട്ടുമായി അവർ ഒരുമിച്ചായിരിക്കുമ്പോൾ അവരോടൊപ്പം ഒരാളായി ഫാദർ ഡാമിയനും കൂട്ടുചേരുന്നു. അവരെ ശുശ്രൂഷിക്കുന്നു. അവസാനം അവരെ പോലെ തൊട്ടാൽ വേദന അറിയാത്തൊരു മനുഷ്യനായി അദ്ദേഹം കുഷ്ഠരോഗം ബാധിച്ച് മരിക്കുന്നു. ഈ പുസ്തകമൊക്കെ ഇങ്ങനെ വായിച്ചു കഴിയുമ്പോൾ വല്ലാത്തൊരാവേശം ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാനായി നമുക്കുണ്ടാകും. അത്തരം ചിത്രകഥകളുടെ ചിത്രസന്നിവേശങ്ങൾ ചില മനുഷ്യരെ ഇതുപോലെയുള്ള ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടാവും. പക്ഷേ ശിഷ്യത്വം വളരെയധികം ഇരുന്നാലോചിക്കേണ്ട, ഇരുന്ന് തീരുമാനമെടുക്കേണ്ട ഒരു ചിന്താ പദ്ധതിയാണ്. അതൊരു ആവേശമല്ല. ആവേശം വേണം ജീവിതത്തിൽ, പക്ഷേ ആജീവനാന്ത പദ്ധതിയാണ് ഒരു ശിഷ്യത്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാനായി വരുന്നവരെക്കുറിച്ചാണ് ഒന്നാമത്തെ രൂപകം പറയുന്നത്. ഗോപുരം ഒരു നാൾ കൊണ്ട് ഉണ്ടാകുന്നതല്ല, മറിച്ച് ഒരു കല്ലിന്മേൽ മറ്റൊരു കല്ലടുക്കി വെച്ച് കൃത്യമായ അളവോടും പദ്ധതിയോടും കൂടി ഉയർത്തപ്പെടുന്ന ഒരു ഗോപുരം ഒരുവൻ്റെ, ഒരു രാജ്യത്തിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ, ഒരു വ്യക്തിയുടെ ഒക്കെ അഭിമാനത്തിൻ്റെ പ്രതീകമാണ്. അഭിമാനപൂർവം ആവേശത്തോടുകൂടി എടുക്കുന്ന തീരുമാനം ചിന്താ പദ്ധതിയോടുകൂടി ഇരുന്നെടുക്കുന്ന തീരുമാനമാണ്. രണ്ടാമത്തെ രൂപകം വളരെ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു രൂപകമാണ്. ആത്മീയത ഒരു സമരമല്ലേ? ശിഷ്യത്വം ഒരു സമരം തന്നെയാണ്. ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാൻ ഒരു കല്ലേറു ദൂരത്തിലെങ്കിലും അകലെയായി അവനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവന് ചുറ്റുപാട് നിന്ന്, അവൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് പ്രതിരോധങ്ങൾ നേരിടേണ്ടി വരും. അതൊരു സമരമാണ്, ആത്മീയമായ സമരം. അത്തരം ആത്മീയമായ സമരത്തിലൂടെ നടന്നു പോകുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ കഴിയാതെ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന ദുർഭകനായ മനുഷ്യനാണ് നമ്മൾ. അത്തരം മനുഷ്യരായ നമ്മൾ ഒരു ശിഷ്യനാകാനായി തീരുമാനമെടുക്കുമ്പോൾ, നന്മയ്ക്ക് വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ ഉള്ളിൽ നിന്ന് തന്നെ ചില ചിന്തകൾ, പ്രതിലോമകരമായ ചിന്തകൾ, ഇത് വേണമോ, ഇത് ശരിയാകുമോ, ഇതവിടെ എത്തുമോ, ഇതുകൊണ്ട് എന്താണ് പ്രയോജനം, ദൈവമുണ്ടോ, ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള ആത്മീയപരമായ ആന്തരിക ചോദ്യങ്ങൾ. ചുറ്റുപാട് നിന്ന് നീ ഒരു മണ്ടനല്ലേ, നിൻ്റെ ഇത്ര നല്ലൊരു ജീവിതമല്ലേ, ഇതെന്തിനാണ് ഇങ്ങനെ നീ അത് ചെലവഴിക്കുന്നത്, എന്തൊരു മണ്ടത്തരമാണ് കാണിക്കുന്നത്, നിനക്കിതല്ലാതെ വേറെ പണിയൊന്നുമില്ലേ, എന്തുമാത്രം ചോദ്യങ്ങൾ. ഇത്തരം ചോദ്യങ്ങൾ, അതിനെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന തരത്തിൽ ഇത്തരം ചോദ്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുന്നതാണ് ശിഷ്യത്വം. അത് ഈ ജീവിതത്തിനപ്പുറത്തേക്ക് നീളുന്നൊരു ചിന്താ പദ്ധതിയാണ്, അല്ലാതെ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഗോപുരം എന്ന് പറയുന്ന ആദ്യത്തെ രൂപകത്തിൽ നിന്ന് രണ്ടാമത്തെ രൂപകത്തിലേക്ക് വരുമ്പോൾ അതൊരു യുദ്ധക്കളമാണ്. നന്മയ്ക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എന്നും
ഒരു യുദ്ധക്കളത്തിൽ എന്ന വണ്ണം വളരെയധികം പ്രക്ഷുബ്ധമാണ്. ഉള്ളിലുള്ള പ്രക്ഷുബ്ധത, ചുറ്റുപാടു നിന്നുള്ള പ്രക്ഷുബ്ധത, ഇതൊക്കെ നേരിട്ടുകൊണ്ടാണ് ഒരു ശിഷ്യൻ മുന്നോട്ട് നീങ്ങുന്നത്. ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും അവസാനത്തെ എന്നാൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു രൂപകം കുരിശുമരമാണ്. കുരിശേറ്റെടുക്കാൻ തയ്യാറാകണമെന്ന് പറയുന്നു. തുടക്കം, ഈ വേദഭാഗത്തിൻ്റെ തുടക്കം വളരെ രസകരമാണ്. നീ നിൻ്റെ കുടുംബത്തെ വെറുക്കണം. ഇത് സെമിറ്റിക് സംസ്കാരത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗ രീതിയാണ്, ഭാഷാപ്രയോഗം. എന്തിനെങ്കിലും ഉച്ചസ്ഥായിയിൽ പറയണമെങ്കിൽ അതിൻ്റെ ഏറ്റവും ഓപ്പോസിറ്റായിട്ട്, ഏറ്റവും വിരുദ്ധമായ വാക്കുകൾ, കഠിനമായ വാക്കുകൾ ഉപയോഗിക്കുക. അതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഏറ്റവും പ്രാധാന്യമുള്ളത് ക്രിസ്തു തന്നെയാണ്, മറ്റെന്തും അവന് അപ്രധാനമാണ്. ഇതേക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലേക്ക് വന്ന ചില മിഷണറിമാരുടെ, ഫാദർ സക്കറിയാസ്, ഫാദർ ഔറേലിയൻ തുടങ്ങിയവർ ഒരു കാലത്ത് ഈ നാട്ടിലെത്തി ഈ നാട്ടിലെ മക്കൾക്ക് വേണ്ടി അവർ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞ് പിന്നീട് ഒരിക്കലും അവരുടെ സ്വന്തം നാട്, ജന്മനാട് കണ്ടിട്ടില്ല. അവർ ഇവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നൊക്കെ നാം അറിയുമ്പോഴാണ് ഇത്തരം തീരുമാനങ്ങൾ, വളരെ ശക്തമായി എടുത്ത തീരുമാനങ്ങൾ, അതിൻ്റെ ബലം എന്തും മാത്രമുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നത്. ശിഷ്യത്വത്തിനൊരു വിലയുണ്ട്. ആ വില നമ്മുടെ തീരുമാനത്തിൻ്റെ വിലയാണ്. അത് നമ്മുടെ സമരത്തെ അതിജീവിക്കാനുള്ള ധൈര്യത്തിൻ്റെ വിലയാണ്. അത്തരം ധൈര്യപൂർവമായ അതിജീവനമാണ് ശിഷ്യത്വത്തെ മുമ്പോട്ട് നയിക്കുന്നതെങ്കിൽ അത് ഏറ്റെടുക്കുന്നത് ഒരു കുരിശാണ്. സ്നേഹത്തിൻ്റെ, ഒരു ത്യാഗത്തിൻ്റെ ഒരു തീരുമാനമാണ് ശിഷ്യത്വം. അങ്ങനെ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെതുമായ ഇത്തരം തീരുമാനങ്ങൾ ഒരു കുരിശിൻ്റെ രൂപകത്തിൽ ഒളിഞ്ഞിരിക്കുമ്പോൾ ഓർത്തു വെക്കൂ, ഒരു ഗോപുരത്തിലേക്ക് പോകുവാനുള്ള ഗോവേണിയാണ് കുരിശെന്ന ഗോവേണി. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഗോവേണിയാണ് കുരിശെങ്കിൽ, ശിഷ്യത്വത്തിൻ്റെ ഗോപുരത്തിലേക്ക് നീ നടന്നു കയറാൻ നിന്നെ സഹായിക്കുന്ന ഗോവേണിയുടെ പേരാണ് ഒരു കുരിശുമരം. കുരിശിൻ്റെ ഓരോ പടികൾ കടന്ന്, കുരിശെന്ന ഗോവേണിയുടെ ഓരോ പടിയും കടന്ന് നീ എത്തിച്ചേരുന്ന ഇടമാണ് ഗോപുരമുകളെങ്കിൽ അതാണ് ശിഷ്യത്വം. ഗോപുരമുകളിലേക്കുള്ള യാത്രയാണ് ശിഷ്യത്വമെങ്കിൽ, അതിലേക്കുള്ള ചവിട്ടുപടികളാണ് കുരിശെങ്കിൽ, അത്തരമൊരു ഗോവേണിയിലേക്ക് കയറുമ്പോൾ ഇരുന്ന് തീരുമാനമെടുക്കണം. ഇരുന്ന് ചില കണക്കുകൂട്ടലുകൾ നടത്തണം. ഈ കണക്കുകൂട്ടലുകൾ ആവേശത്തിൻ്റെ പുറത്തല്ല, മറിച്ച് ആജീവനാന്ത ജീവിതത്തിൻ്റെ പദ്ധതിയാണ്. ആജീവനാന്ത ജീവിതത്തിൻ്റെ പദ്ധതി ഈ ലോകത്തിനും അപ്പുറത്തേക്ക്, ഈ ജീവിതത്തിനും അപ്പുറത്തേക്ക് നീളുന്ന ഒരു ചിന്താപദ്ധതിയുടെ, ഒരു ദർശനത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ള ശിഷ്യന്മാരെക്കുറിച്ചുള്ള നീണ്ട ചരിത്രമാണ് സഭ നമ്മുടെ മുമ്പിലേക്ക് തരുന്നത്. പ്രിയപ്പെട്ടവരെ, 1, 2, 3 നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തിലെ കരുത്തരായ സേനാനികളോടും സേനകളോടും എതിർത്തത് നമ്മുടെ ആദിമ ക്രൈസ്തവർ. അവർ സൈന്യത്തെ കൊണ്ടല്ല എതിർത്തത്, പക്ഷേ വിശ്വാസത്തിൻ്റെ ഇത്തരം ദാർഢ്യങ്ങൾ കൊണ്ടാണ്, ഇത്തരം ഉറപ്പുകൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ കുരിശ് വഹിച്ച് ഗോപുരമുകളിലേക്ക് എന്ന വണ്ണം അവർ നടന്ന് അത്തരം ഗോപുരങ്ങൾ നമുക്കിപ്പോഴും ദിശാസൂചകങ്ങളായി നിൽക്കുന്നത്, അല്ലേ? ശിഷ്യത്വത്തിനൊരു വിലയുണ്ട്. അവിടെ ഒരു ഗോപുരമുകളിലേക്കുള്ള യാത്രയുണ്ട്. അതിലൊരു ഉള്ളിലും പുറത്തുമുള്ള സമരമുഖങ്ങളുണ്ട്. ഉള്ളിലും പുറത്തുമുള്ള ചോദ്യങ്ങളെയും വിമർശനങ്ങളെയും അഭിമുഖീകരിക്കലുണ്ട്. പക്ഷേ അതൊക്കെ കഴിയുമ്പോൾ കുരിശേറ്റെടുക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ത്യാഗപൂർവമായ സ്നേഹമുണ്ട്, ക്രിസ്തുവിനോടുള്ള സ്നേഹം. അവനും ഇങ്ങനെയായിരുന്നല്ലോ. അവൻ കടന്നു വന്നപ്പോൾ ഉണ്ടായ എതിർപ്പുകൾ, അവനെടുത്ത തീരുമാനങ്ങൾ, ഈ മണ്ണിലേക്ക് വരാൻ അവനെടുത്ത തീരുമാനം, ആ തീരുമാനം ഗോപുരമുകളിൽ നിന്ന് താഴേക്ക് വന്നവൻ ഒരു ഗോപുരം പോലെ ചരിത്രത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ ആധ്യാത്മികതയെ മുഴുവൻ അവൻ തൻ്റെതാക്കി മാറ്റിക്കൊണ്ട് ഈ രക്ഷാകര ചരിത്രത്തിൻ്റെ ഗോപുരമായി അവൻ നിൽക്കുന്നു. ആ ഗോപുരത്തിലേക്ക് ഒരു ശിഷ്യൻ നടന്നു കയറുന്നതിന് മുൻപ് അവൻ ഇരുന്ന് ആലോചിക്കേണ്ടതുണ്ട്. കാരണം അത് ആവേശം മാത്രമല്ല, അത് ഒരു ആജീവനാന്ത പദ്ധതിയാണ്. കൊടുക്കേണ്ട ഒരു വിലയുണ്ട്. ആ വില അവൻ്റെ തന്നെ ജീവിതമാണ്. അവൻ കൊടുക്കേണ്ട ഏറ്റവും വലിയ വില അവൻ്റെ തന്നെ ജീവിതമാണെങ്കിൽ ആ ജീവിതം കൊണ്ട് അവൻ നടന്നു കയറേണ്ടത് കുരിശുമരത്തുന്ന ഗോവേണിയാണ്. അവിടെ എത്തിച്ചേരുമ്പോൾ
അവന് മനസ്സിലാകും താനെടുത്ത തീരുമാനം, ശിഷ്യത്വത്തിൻ്റെ തീരുമാനം എത്രയോ മഹനീയമാണ്. ഈ വിജ്ഞാനത്തെക്കുറിച്ചാണ് ഒന്നാം വായന നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ ഈ ഗോപുരമുകളിലേക്ക് നടന്നു കയറാൻ ശ്രമിച്ചൊരുവൻ തൻ്റെ ശിഷ്യന് കൊടുക്കുന്ന ഉപദേശമാണ് ഫിലമൻ എഴുതുന്ന ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശിഷ്യന് ഉപദേശമായി കൊടുക്കുന്നത്. ഒണേസിമുസ് എന്ന് പറയുന്ന തൻ്റെ കൂട്ടുവാസിക്ക്, ജയിലിൽ കൂട്ടുണ്ടായിരുന്നവന് അവൻ തിരിച്ച് ഈ ഫിലോമൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവൻ്റെ പിതാവായി മാറിയതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ ശിഷ്യത്വം ആഗ്രഹിക്കുന്ന, ശിഷ്യത്വം നേരിടേണ്ട, ശിഷ്യത്വം ഉണ്ടാവേണ്ട ചില രൂപകങ്ങൾ മാത്രമാണ് ലൂക്ക ഈ സുവിശേഷ ഭാഗത്ത് ചേർത്ത് വെക്കുന്നത്. 32 31 ഉപമകളിലാണ് ഇത് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ശിഷ്യത്വത്തിൻ്റെ വിലയെക്കുറിച്ചുള്ള തീക്ഷ്ണമായ ഈ ഭാഗത്ത് കൃത്യമായി രേഖപ്പെടുത്തുന്നു. ക്രിസ്തുവിൻ്റെ പിന്നാലെ നടക്കൽ, അവൻ്റെ പിന്നാലെയുള്ള ശിഷ്യത്വത്തിൻ്റെ വഴി, അത് ഒരു ഗോപുരമുകളിലേക്ക് എന്ന വണ്ണം കൃത്യമായ പദ്ധതി പ്രകാരമാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും അവസാനം മനസ്സിലാക്കേണ്ടത്, രക്ഷാകര ചരിത്രം എന്ന് പറയുന്നൊരു പദ്ധതിയാണെങ്കിൽ, അതൊരു ഗോപുരം പണിയിലാണെങ്കിൽ, അതിൽ ഒരു ഇഷ്ടികയാണ് ഒരു ശിഷ്യൻ. ആ ഇഷ്ടികയുടെ ബലം, തീരുമാനം ഇരുന്നെടുക്കേണ്ടതാണ് എന്നുറപ്പിക്കണ്ടേ. അത് അങ്ങനെയാകുമ്പോൾ ചില ഞെരുക്കങ്ങൾ, യുദ്ധസമാനമായ ഞെരുക്കങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതിനെ അതിജീവിക്കുവാൻ കഴിയത്തക്ക വിധം അവൻ്റെ ബലം, അവൻ്റെ ആത്മാവ് നമ്മളിൽ സന്നിവേശിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ കുരിശെടുക്കാൻ തയ്യാറാകുന്ന മനുഷ്യർ ആ കുരിശ് ചാരി ശിഷ്യത്വത്തിൻ്റെ ഗോപുരമുകളിലേക്ക് നടന്നു കയറുമ്പോൾ അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പൗലോസ് അപ്പോസ്തലനെ പോലെ. വചനജായ 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 വചനജായ